ദൈവ തിരുനാമം മാത്രം മഹത്വമേറ്റില്ല. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 20 വരെയുള്ളതാണെന്ന് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അതാവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധിക മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവത്തിരുനാമം മാത്രം മഹത്വമെടുത്ത് നമുക്ക് നിമിഷം നടക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഇടിവിൽ നിന്ന് ഞങ്ങൾ ഐകമത്യപ്പെട്ട ഒരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സ്വർഗസ്ഥനുമായ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ നാമത്താൽ അവിടെ ഞങ്ങൾ ഓരോരുത്തരും ദിനം തോറും നിമിഷം തോറും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവേ, എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമായുള്ളവേ, അവിടുത്തെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ നീട്ടി കർത്താവെ അത്ഭുത ശക്തി ഞങ്ങളുടെ മേലയക്കണമെന്ന് പ്രാർത്ഥിക്കും. അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേലയക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, കൃപാവരങ്ങളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ച് പഠിക്കുമ്പോൾ കൃപാവരങ്ങൾ ഉപയോഗിക്കത്തക്ക ശുശ്രൂഷകരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കും. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങൾ ഞങ്ങളിലൂടെ പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണം. കർത്താവെ, വചനമായി മാത്രമല്ല വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. എന്നാൽ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. കർത്താവെ, അവണ്ണം തന്നെ പൂർണ്ണമായി കർത്താവെ അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നേരിട്ട് ഞങ്ങളുടെ അടുക്കൽ പോലും ഒരശുദ്ധാത്മാവ് നിൽക്കാതെ വണ്ണം പരിശുദ്ധാത്മാവ് നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അശുദ്ധാത്മാക്കളെ ദൂരത്ത് ആക്കുവാനുള്ള അധികാരം നൽകി, അതിനെ ശാസിച്ചയക്കുവാനുള്ള അധികാരം നൽകി കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. കർത്താവെ, കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരെയും സമർപ്പിക്കുക, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുക. അവിടെ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടതായ ദൂത് ഞങ്ങളുടെ പഠനങ്ങളിലൂടെ നീ നൽകി കർത്താവെ നിന്നോട് പറ്റിച്ചേർന്ന് ഏകാത്മാവ് ഏകതയുള്ളവരുമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടിയോളം ഭൂമിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരമരളണമേ. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. വായിച്ച വേദഭാഗം
12:20 തൊട്ട് നമ്മൾ വായിച്ചത്, സകലവും ഒരു അവയവമെങ്കിലും ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികമാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അതാവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികമാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ മറ്റ് കർത്താവ് കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിന് നാം മാത്രം എടുക്കട്ടെ. അനേകം അവയവങ്ങൾ ചേർന്നതാണ് ശരീരം. അനേകം അവയവങ്ങൾ, ഒരു മനുഷ്യശരീരം എന്ന് പറയുന്നത് അനേകം അവയവങ്ങൾ ചേർന്നതാണ്. എന്നാൽ ഒരു പ്രധാന അവയവം മാത്രം ശരീരമാകയില്ല. കണ്ണിന് അത്യധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് മുഴുവൻ കണ്ണാകാൻ പറ്റുമോ? എല്ലാ അവയവങ്ങളും അതതിൻ്റെ ജോലികൾ തൃപ്തികരമായി ചെയ്താലോ ശരീരം ആരോഗ്യമുള്ളതും പ്രവർത്തനോന്മുഖവും പ്രയോജനകരവും ആയിത്തീരുകയുള്ളൂ. അതുപോലെയാണ് സഭയും. എനിക്ക് ഒരു ശുശ്രൂഷയും ഇല്ല എന്ന് ആരും പറയരുത്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ അവയവങ്ങളെല്ലാം ആ ശരീരം ഭംഗിയായി നിലകൊള്ളുകയുള്ളൂ. കൈ ചെയ്യേണ്ട കാര്യം കൈ ചെയ്യണം, കണ്ണ് ചെയ്യേണ്ട കാര്യം കണ്ണ് ചെയ്യണം, മൂക്ക് ചെയ്യേണ്ട കാര്യം മൂക്ക് ചെയ്യണം, നാവ് ചെയ്യേണ്ട കാര്യം നാവ് ചെയ്യണം. അങ്ങനെ ഓരോ അവയവങ്ങളും ചെയ്യേണ്ട ജോലികൾ തൃപ്തികരമായി ചെയ്താലേ ശരീരം ആരോഗ്യമുള്ള പ്രവർത്തനോന്മുഖമായി മാറുകയുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് സഭയും. സഭ കർത്താവിൻ്റെ ശരീരമാണ്. സഭയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും തിരിച്ചറിയണം, എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട് സഭയുടെ കാര്യത്തിൽ. സഭയിലൊരു വീഴ്ചയുണ്ട് എങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ സഭയിലെ അംഗങ്ങളുണ്ട് പലരും. എന്നാൽ കൂടുതലും അതിനകത്ത് യാക്കോബായ സഭ അംഗങ്ങളായിരിക്കാം. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ഈ സൂമിലുള്ളത് കേൾക്കുന്നതിൽ അനേക വിഭാഗങ്ങളുണ്ട്. കാരണം നമ്മളൊരിക്കലും സഭയെ ബന്ധിച്ചല്ല ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ എല്ലാവിധ ആളുകളും അതിനകത്തുള്ളത് കൊണ്ട് നമ്മുടെ സഭയുടെ ബേസ് നമ്മൾ പറയും. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്നാൽ പോലും നമ്മൾ അതിന് അല്പമണി വ്യത്യസ്തമായ രീതിയിൽ എല്ലാ ആളുകളും കേൾക്കുന്നു എന്നുള്ളതുകൊണ്ട്, ജാതിമത ഭേദമന്യേ ഏവരും കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടും, പ്രത്യേകിച്ച് ഈ സൂം മീറ്റിങ്ങിൽ പലരും ഹിന്ദുസായിട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് കോമൺ ആയിട്ട് മാത്രമേ മെസ്സേജ് പറയാനായിട്ട് കഴിയൂ. ദൈവത്തിരുനാം മാത്രം മഹത്വം എടുക്കട്ടെ. പക്ഷെ ഇവിടെ ഒരു കാര്യം ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായി നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായി തിരിച്ചറിയുകയും ആ ജോലി ചെയ്യുകയും ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ കൈയും കാലും കണ്ണും ഓരോരുത്തരും എന്തെങ്കിലും കൈ ചെയ്യട്ടെ എന്ന് കാല് ചെയ്യട്ടെ എന്ന് കണ്ണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവയവങ്ങൾ തമ്മിൽ എന്തില്ല, ഒരു പോരാട്ടവുമില്ല. എല്ലാവരും തമ്മിൽ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്താലേ അവരവർക്ക് ഭംഗിയായി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാ അവയവങ്ങളും ഒന്നുപോലെ തൃപ്തികരമായ രീതിയിൽ സമർപ്പിക്കപ്പെട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. മനസ്സിലെന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്ത അവയവങ്ങളെല്ലാം പ്രവർത്തിക്കണം.
മനസ്സിലൊന്ന് ചിന്തിച്ച് മറ്റൊന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ അത് യോജിച്ചു പോകില്ല. അപ്പോൾ ആ മനസ്സിൽ കാണുന്നത് പോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമ്മുടെ അവയവങ്ങളെല്ലാം അതിന് കീഴടങ്ങി കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ടതാണ്, ഒരു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശരീരമാണ് സഭ. ആ സഭയിലെ ഓരോ അംഗങ്ങളും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു മനുഷ്യൻ്റെ കൈയും കാലും കണ്ണും ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ, ആ മനുഷ്യനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് പോലെ, ആ മനുഷ്യൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ഒരേ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്തരായിരിക്കുന്ന വ്യത്യസ്ത സമൂഹങ്ങളിലായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തു തലയും അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായി മാറിക്കഴിഞ്ഞാൽ എല്ലാവരും അവണ്ണം ക്രിസ്തു പറഞ്ഞ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ബന്ധിക്കപ്പെടാൻ പറ്റുള്ളൂ. നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാതിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. ക്രിസ്തുവാകുന്ന ആ ശരീരത്തോട്, ക്രിസ്തു തലയും അവൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് നമ്മൾ. അവൻ്റെ ശരീരമാണ് സഭ, ആ സഭയിലെ അംഗമാണ് നമ്മൾ. അപ്പോൾ ആ സഭയിൽ ഉള്ള ക്രമീകരണം, ക്രിസ്തുവിൻ്റെ സഭയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. അതിനകത്ത് ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മൾ വായിച്ചു, മാനം കുറഞ്ഞ അവയവങ്ങളുണ്ട്, മാനമുള്ള അവയവങ്ങളുണ്ട്. ഒരവയവവും മറ്റൊരവയവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നില്ല. വളരെ ശ്രേഷ്ഠമായ ജോലി ചെയ്യുന്ന അവയവങ്ങളുണ്ട്, അത്ര ശ്രേഷ്ഠമല്ലാത്ത ജോലി ചെയ്യുന്ന അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങളും തുല്യമാണ്. ഒരു ചെറിയൊരു അവയവത്തിൻ്റെ പ്രവൃത്തി കൃത്യമായി നടന്നില്ല എങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, എത്ര ചെറിയ അവയവമായാലും. അപ്പം അതുകൊണ്ട് എല്ലാ അവയവങ്ങൾക്കും ദൈവം ഒരുപോലെ മാനം നൽകിയിരിക്കുക. അതുപോലെ തന്നെയാണ് ക്രിസ്തു തലയും അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന നാം ഓരോരുത്തരും അവണ്ണമാകണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചിലപ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ദൈവത്തിനത് ചെറുതല്ല. ദൈവത്തിന് ആ പ്രവൃത്തി ചെറുതല്ല. കാലുകൊണ്ട് ചെയ്യുന്നത് ചെറിയ പ്രവൃത്തിയായിട്ടും കൈകൊണ്ട് ചെയ്യുന്നത് വലിയ പ്രവൃത്തിയായിട്ടും നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. കാലുകൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ കാലിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അവൻ ദൈവസന്നിധിയിൽ തികവുള്ളവനായി. കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒരുത്തൻ ചെയ്ത് കഴിയുമ്പോൾ ആ കൈയിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അവൻ ആ പ്രവൃത്തിയിൽ തികഞ്ഞവനായി മാറി. മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ഒരുവൻ ചെയ്ത് കഴിയുമ്പോൾ അത് ദൈവസന്നിധിയിൽ തികവുള്ളതായി മാറി. അവണ്ണം ഒരു ചിന്തയാണ് ഓരോ വ്യക്തികൾക്കും, നമുക്ക് ദൈവമക്കൾക്കും ഉണ്ടാകേണ്ടത്. ദൈവമക്കൾ തമ്മിൽ അവണ്ണമുള്ള ഒരു ആത്മീയ വളർച്ച. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഓരോരുത്തരും വിവേചിച്ചറിയണം എന്നെ കർത്താവ് ഏത് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ട് അവൻ ഒരു ഡ്യൂട്ടിയും ചെയ്യാതെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? അവരവരുടെ പ്രായത്തിൻ്റെ പക്വത അനുസരിച്ചുള്ള ഡ്യൂട്ടി അവർ ചെയ്യണം. ആ ഡ്യൂട്ടി അവർ ചെയ്യാതെ പോയാൽ നമ്മൾ ആ മക്കളെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ കർത്താവ് നമ്മളെയും കാണും. ഞാനീ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക, പൂർണ്ണമായും തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഡ്യൂട്ടി എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യണം. ഇപ്പം പഠിക്കാൻ കഴിയുന്ന മക്കൾ എന്താ ചെയ്യുന്നത്? അവർക്ക് എന്ത് പഠിച്ചാൽ രക്ഷ പ്രാപിക്കാം അവർ കണ്ടെത്തുകയാണ്. അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രവൃത്തികളെ, പഠിപ്പുകളെ അവർ കണ്ടെത്തി അതിനെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഈ ഡ്യൂട്ടി. ഇത് അത്രയും നമ്മളാരും മാനിക്കണില്ല, പക്ഷെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഇതാണ്. നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ ദിനം തോറും കാത്ത് പരിപാലിക്കുന്ന നമ്മുടെ അപ്പനാണ് ദൈവം.
ഈ ലോകത്തിലെ അപ്പനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, അതിലെ നമ്മുടെ സൂക്ഷ്മത, അതിലും അധികമായ സൂക്ഷ്മത വേണം ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. മറ്റേ കാര്യവും ചെയ്യണം, ഈ കാര്യവും ചെയ്യണം. മറ്റേ സ്വന്തം അപ്പൻ്റെ മക്കൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ഒരു പരിശോധന നടത്തി നോക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഈ വചനം കേട്ടു, ധ്യാനിച്ചു, പഠിച്ചു. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ്? ഇന്നലെ ഒരു വാക്യം വായിച്ചു, 1 തീമോഥെയോസ്. ഇന്നലത്തെ നമ്മുടെ കിസ് പ്രോഗ്രാമിലുണ്ടായ ഒരു വേദഭാഗമാണ്. ആ ഇന്നലത്തെ കിസ്സിലുണ്ടായ ഒരു ക്വസ്റ്റ്യനാണ്. അത് ദൈവത്തെ ഓർക്കണ്ട, ഒന്നാമത് ഇന്നലെ വായിച്ചതല്ലേ. രണ്ട് തെസ്സലോനിക്ക 1-ാം അധ്യായം നമ്മൾക്ക് പലപ്പോഴും തോന്നിയേക്കാവും എന്തിനിതൊക്കെ പഠിക്കണേ എന്നൊരു ചിന്ത തോന്നിയേക്കാം. എന്നാൽ ഇന്നലെ ഞാനത് വായിക്കുമ്പോൾ ആ കിസ്സിൽ ആ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അത് വായിക്കുമ്പോൾ അവിടെയാണ് അതിൻ്റെ ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 2 തെസ്സലോനിക്ക 1-ാം അധ്യായം ഒരു മിനിറ്റ് ദൈവത്തെ അറിയാത്തവർക്കും ഒരു ന്യായവിധി. ദൈവത്തെ അറിയാത്തവർക്ക്, അതാണ് അതിനകത്ത് പ്രാധാന്യം. ദൈവത്തെ അറിയാത്തവർക്ക് ന്യായവിധി വെച്ചിരിക്കുന്നു. 1 തെസ്സലോനിക്ക 2:7 1:7 അല്ലേ? ദൈവത്തെ അറിയാത്തവർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിൽ അഖായരും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയത്ത് 2 തെസ്സലോനിക്ക 1:7 ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എന്തു കൊടുക്കുന്നു? പ്രതികാരം കൊടുക്കുമ്പോൾ. അപ്പോൾ ദൈവത്തെ അറിയാത്തവർക്ക് എന്ത് ഉണ്ട്? പ്രതികാരമുണ്ട്. നമുക്ക് തോന്നുന്നു അയ്യോ എന്തിനൊരുപാട് അറിയേണ്ട ആവശ്യത്തിനുള്ള അറിവൊക്കെ മതി, നോർമൽ പള്ളി പോവുക, പ്രാർത്ഥിക്കുക, വീട്ടിൽ പോരുക, അത്രയും കാര്യമൊക്കെ അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തിലൊരു 80% ആൾക്കാരും. 90% അങ്ങനെ തന്നെയായിരിക്കാം. ഒരു 10% കൂടുതലൊന്നും വചനം വായിക്കുകയോ ധ്യാനിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുക, ദൈവത്തെ അറിയാത്തവർക്കും അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും. സുവിശേഷം മനസ്സിലാക്കിയിട്ട് വേണ്ടേ അനുസരിക്കുക. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണ്ടേ ഈ സുവിശേഷം സ്വീകരിപ്പാൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അവർക്ക് മേൽ ഒരു പ്രതികാരം നടത്തുന്ന ദിവസമുണ്ട് എന്ന് ഓർക്കുക. എഴുതിയിരിക്കുക, പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കണ്ടോ, അവിടെ നമുക്ക് എന്ത് കിട്ടും?
അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവത്തെ അറിയുന്നവർക്ക് എന്ത് കിട്ടും? അനുസരിക്കാത്തവർക്കും, കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും, ദൈവത്തെ അറിയാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും. നമ്മളെ പീഡിപ്പിക്കുന്ന ആയിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ടെന്ന്. ആര് ക്രിസ്തുവിനെ പ്രസംഗിച്ചോ അവനെ പുറത്തു കടത്തിലാണ് ലോകത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആമേൻ. ഈ വാക്യം മറക്കരുത്. 1-2 തെസ്സലോനിക്യ 1:7 ഇന്നലത്തെ കിസിലുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. വളരെ ചിന്തിക്കേണ്ടതാണ്. എന്തിനാ ദൈവത്തെ അറിയുന്നത്? ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. പിതാവിനെയും പുത്രനെയും അറിയണം, സുവിശേഷം അറിയണം, അനുസരിക്കണം. പിതാവിനെയും പുത്രനെ അറിയണം, സുവിശേഷം അറിയണം, സുവിശേഷം അനുസരിക്കണം. ഇത് ചെയ്യാത്തവർക്ക് പ്രതികാരം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പം പ്രതികാരം കിട്ടണില്ല, അതുകൊണ്ട് അവരിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, സുവിശേഷം പറയുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അവർക്കൊക്കെ പ്രതികാരം കൊടുക്കുന്നൊരു ദിവസമുണ്ട് എന്നുള്ള ഓർത്തോ. സത്യസുവിശേഷം പറയാൻ മടി കാണിക്കരുത്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്തോളണം. നമ്മുടെ മക്കൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ മക്കളോട് എങ്ങനെ പെരുമാറും? ആ മക്കളെ നമ്മൾ എങ്ങനെ കാണും? അവണ്ണം തന്നെ കർത്താവ് നമ്മളെ കാണുമെന്നാണ് ഇന്നത്തെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ദൈവ തിരുനാമം മാത്രം എടുക്കട്ടെ. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ളവരോട് ദൈവം എങ്ങനെ പെരുമാറും. വളരെ ശക്തമായി ഞാനും നിങ്ങളും വിവേചിച്ചറിഞ്ഞ് കർത്താവിനെ അനുഗമിച്ചേ മതിയാവും. നമുക്ക് ഈ കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ട്, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാണ്ട് ഒരു ദിവസവും മുടങ്ങാതെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കണം. അതായത് ഇത് ആത്മാവിൽ അറിയണം. 2 വിധത്തിലുള്ള അറിവുണ്ട്. പഠിച്ചുള്ള അറിവുണ്ട്, അതല്ല ആത്മാവിൽ അറിയുക. പഠിച്ചുള്ള ഒരറിവെന്ന് പറഞ്ഞാൽ ബൈബിള് പറയുന്നു ആ അറിവ് ചീർപ്പിക്കുന്നു. അതേസമയം ബൈബിൾ പഠനം എന്ന് പറയുന്നത് ആത്മാവിനാലുള്ള ശുശ്രൂഷയാണ്, ആത്മാവിനാലുള്ള വളർച്ചയാണത്. കാരണം അകത്തെ മനുഷ്യൻ്റെ വളർച്ചയാണ് ഈ ബൈബിൾ പഠനത്തിൽ സംഭവിക്കേണ്ടത്. അകത്തെ മനുഷ്യന് വേണ്ട ആഹാരം ലഭ്യമാകണം. നമ്മൾ വെറുതെ ഇരുന്ന് ബൈബിള് പഠിപ്പിക്കുമ്പോൾ ആത്മാവ് വ്യാപരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ മരിച്ചു കിടക്കും. അകത്തെ മനുഷ്യൻ ജ്വലിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും പങ്കാളികളാകണം. ഹല്ലേലൂയ. ആത്മനിറവ് നമുക്ക് ദിനംതോറും അനുഭവിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ശരീരത്തിന് വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ആത്മീക ശരീരത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ആഹാരം നമുക്ക് ലഭിച്ചു മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ് നമ്മുടെ ഉള്ളിലുണ്ടായി. ആ ദാഹത്തോടെ വചനം കേൾക്കാനിരിക്കും. ദൈവത്തെ അറിഞ്ഞാൽ പോരാ, അറിഞ്ഞ ദൈവത്തെ അനേകരോട് പറയണം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതായത് ഈ ലോകത്തെ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും അവരവർ ചെയ്യേണ്ടതായ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരവയവങ്ങളെയും ചെറുതായോ വലുതായോ കാണാതെ അവരവരെ ആ അവയവത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ചെയ്യുന്നത് പോലെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ വേല എന്താണോ എനിക്കും നിങ്ങൾക്കും ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് അത് ചെയ്യണം. അല്ലാത്തവർക്ക് പ്രതികാരം കൊടുക്കുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ ഗൗരവത്തോടെ നമുക്കിത് പഠിക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുക. ഈ ഗൗരവത്തോടെ ഈ വചനം പഠിക്കാനും ധ്യാനിക്കാനും ഒപ്പം ഈ ലഭിച്ചത് ഏത് വിധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ,
ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുള്ളോ? മതി. ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, രോഗശാന്തി അല്ലട്ടോ, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗശാന്തി ശുശ്രൂഷയിലൂടെയും അവൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണം. നമ്മുടെ ശുശ്രൂഷ അതിനായിരിക്കണം. അനേകം രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കും. പക്ഷേ അത് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. പൂർണ്ണമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ദൗത്യം. ഒരു രോഗി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ എങ്ങനെയാണെന്ന് കാണത്തക്ക മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ശുശ്രൂഷ ഈ ദിവസങ്ങളിലിടാം. എൻ്റെ ഫോണിലുണ്ട്. അതിൻ്റെ ഫൈനൽ ഇത് കിട്ടാത്തതുകൊണ്ടാത്ത, കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയും കൂടിയാണത്. അല്ലാതെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ദൗത്യം ചെയ്യുക മാത്രമല്ല, ആ വ്യക്തിയെ ആകാത്ത വഴിയിൽ നിന്ന് തിരിപ്പിക്കാൻ, അത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആ വ്യക്തിക്ക് ഉപദേശം കൊടുപ്പാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവം അതിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവിന്റെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും. അവൻ സ്വയമായി അല്ല സംസാരിക്കുന്നത്, ദൈവത്തിന് കേൾക്കുന്നത്, സംസാരിക്കുകയും വരുവാനുള്ള അറിയിച്ചിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. ഇതിനകത്ത് ആരെങ്കിലും അയ്യോ അതെനിക്കില്ല എന്ന് പറയരുത്. വിശ്വസിക്കുന്നവരാ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. ആ ശുശ്രൂഷ ഏറ്റെടുക്കണം. ശുശ്രൂഷ ചെയ്തേ പറ്റൂ. ഈ 28-ാം തീയതി നടക്കുന്ന കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും ഒന്നടങ്കം ശുശ്രൂഷകരായി കർത്താവിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുക. കർത്താവ് അതിനുവേണ്ടി നമ്മൾ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അധികാരം നൽകി നമ്മളെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. ദൈവ തിരുനാമം മാത്രം. എല്ലാവരും തന്നെ വരണം. ആരും മുടങ്ങാതെ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരും കുടുംബമായി ഈ കൂട്ടായ്മയിൽ 28-ാം തീയതി 1 മണി മുതൽ 4 മണി വരെ നടക്കുന്ന മീറ്റിങ്ങിൽ വരണം. നമ്മൾ 1.5 കൊല്ലമായി കൂടി വരുന്നു. നമ്മളെല്ലാവരും തമ്മിൽ കാണുവാനും അറിയുവാനും പരിചയപ്പെടുവാനും വേണ്ടിയിട്ടുള്ളതാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ പൂർണ്ണമായി നമ്മുടെ വേല നമ്മൾ തിരിച്ചറിയുക. ഇത് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ മർമ്മം, അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ പറയാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? 23-ാമത്തെ വാക്യത്തിൽ വായിച്ച ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ, അതായത് 1 കൊരിന്ത്യർ 12:23. അതുപോലെ തന്നെ നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികമാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതൊന്നൊരു പല ആവർത്തി വായിച്ചൊന്ന് ധ്യാനിക്കുക. അതിനകത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത്രമാത്രം ആഴം അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഴങ്ങളെ നമ്മൾ കൈക്കൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർന്നു. അതിനാൽ ഒരവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എന്ത് മനസ്സിലാക്കണം? നമ്മുടെ കൂട്ടായ്മയിൽ ഇവിടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരവയവത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് തലയും അവൻ്റെ ശരീരമായ സഭയും ആ സഭയുടെ ഓരോ അംഗങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത് മുഴുവൻ. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയണം? അവിടെ ഒരു ശരീരത്തിൻ്റെ ഓരോ അവയവത്തിന് മാനം ഒരു വിഷമം വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഈ വാക്യം വായിച്ചിട്ടല്ല ഞാൻ പറയാറ്, ഇടതേ കൈക്ക് ഒരു ഭാരം വന്നാൽ വലതേ കൈ കൊണ്ട് ഇടതേ കൈയിൽ താങ്ങുമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ആശയം അങ്ങനെ തന്നെ കിടക്കുക. ഞാനിത് മനസ്സിലാക്കിയിട്ടല്ല ഞാനത് പറയാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ കിടക്കുക.
അവയവങ്ങൾ, ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുമാകുന്നു, വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ എന്നിട്ട് പറയുക, അതായത് നാം തിരിച്ചറിയേണ്ട ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. ഇവിടെ കുറച്ച് ശുശ്രൂഷകളെ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഓരോന്നും പഠിക്കേണ്ടതാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഇന്ന് വായിച്ചു പോയിട്ട് അടുത്ത ദിവസം പഠിക്കാം. അതായത് ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ. പലപ്പോഴും അപ്പോസ്തലന്മാർ, ആ 12 അപ്പോസ്തലന്മാരിൽ കഴിഞ്ഞു പൗലോസ് അപ്പോസ്തലനെയും അപ്പോസ്തലനെ കർത്താവ് എണ്ണി. ആ അടിസ്ഥാനമിട്ട് പണിയുന്ന അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരാണ്. എന്നാൽ അവർ അടിസ്ഥാനത്തിന്മേൽ സഭയെ പണിയുന്നു. അതായത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. അതിനോട് ചേർത്താണ് ദൈവമക്കളെ ചേർത്ത് വെച്ച് പണിയുകയാണ്. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ ഉണ്ടാകണം. പ്രവചന വരത്തിനായിട്ട് വാഞ്ചിപ്പീൻ. 14-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രവചന വരത്തിന് വേണ്ടി നിങ്ങൾ വാഞ്ചിക്കണം, ആഗ്രഹിക്കണം, ദാഹിച്ച് പ്രാർത്ഥിക്കണം. അനേകർ പറയുന്നത് പ്രവചനവരൊന്നുമില്ല എന്നാ. കർത്താവ് എന്താ പറയുന്നത്? ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തുകയും അവൻ സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നത്, അതാണ് പ്രവാചകൻ. ദൈവത്തിന് കേട്ട് സംസാരിക്കുക, പ്രവചിച്ച് പറയുക, പകരം പറയുക, ദൈവത്തിന് പകരം പറയുക. അപ്പോൾ അവനാണ് പ്രവാചകൻ. അത് സത്യത്തിൻ്റെ ആത്മാവ് വരുന്ന ഒരു വ്യക്തിയിൽ അത് നിവൃത്തിയാകണം. അപ്പോൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. അനേകം പേര് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കർത്താവിനെ കുറിച്ച് പറയുന്നവരാണെങ്കിൽ ഉപദേഷ്ടാക്കന്മാരാണ്, ഉപദേശം പഠിപ്പിക്കുന്നവരെയാണ് ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്. ദൈവനാം മാത്രം മഹത്വം. പഴയകാലത്ത് ഉപദേശികളെന്ന് പറയും. ഇപ്പോൾ ഇത് പഴയ കർത്താവ് ഇട്ടിരിക്കുന്ന പേരാണ് ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ 4 വീര്യപ്രവർത്തികൾ ചെയ്യണം. 5 രോഗശാന്തികളുടെ വരം അതുണ്ടാകണം. 6 സഹായം ചെയ്യുവാനുള്ള വരം. കണ്ടോ, അത് വരമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, സുവിശേഷം അറിയിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലാം വരമാണ്. രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം. വിവിധ ഭാഷാവരം. ഭാഷാവരമുണ്ട്. അത് നമ്മൾ 14-ാം അധ്യായത്തിലേക്ക് ഭാഷാവരവും ഭാഷാ വ്യാഖ്യാനവരത്തെയും കുറിച്ച് 14-ാം അധ്യായത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുക. അവിടെ പഠിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തില്ല ക്ലാസ്. അപ്പോൾ ഇത് 8 തരം ശുശ്രൂഷകളെ ഇവിടെ കാണിച്ചിരിക്കുന്നു. 8 തരം ശുശ്രൂഷ. ഇതിനകത്ത് ഏത് ശുശ്രൂഷയാണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ? രോഗശാന്തി വരം. അത് ഏതൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ ഓരോന്നും നമ്മളാൽ കഴിയും, നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ മതി. ഇത് കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരും. അയ്യോ എനിക്കത് കഴിയോ എന്ന് ചിന്തിക്കരുത്. നിങ്ങളെക്കാൾ കഴിവുറവുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. കംപ്ലീറ്റ്ലി കർത്താവിനെ സമർപ്പിക്കപ്പെടുക, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഈ വരങ്ങളെല്ലാം നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഈ 8 തരം ശുശ്രൂഷകളെ കുറിച്ചൊന്ന് ഓടിച്ച് പിന്നീട് പറയുന്നു, ഞാൻ പറയുന്നില്ല, പറയാം.
നാളെ ആരാ പ്രസംഗിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും സ്വയമായി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ശുശ്രൂഷിക്കാം, അത് പറയാനായിട്ട് ഓർക്കുക. അതിരുന്ന മാത്രം മഹത്വം എടുക്കട്ടെ, ഞാൻ പറഞ്ഞോളാം എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. തീരുമാനമെടുത്ത് പറയുക, അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. ഞായറാഴ്ച ദിവസങ്ങളിൽ മാറി മാറി ശുശ്രൂഷിക്കുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരാണ്. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല, എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യുന്നവരോ, എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യുന്നില്ല. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. ഭാഷാവരമില്ലാത്തവനെ കുറ്റം പറയരുത്. അനേകം പേർ ഭാഷാപരമില്ലാത്തവനെ കുറ്റം പറയുക. അപ്പോസ്തലൻ ഇത്ര മാത്രം. ഇനി 14 അധ്യായം വായിക്കുമ്പോൾ എന്തോ ഒരു കാര്യങ്ങൾ ഭാഷാപരങ്ങളെ കുറിച്ച് അവർ അധ്യായത്തിൽ മിക്കവാറും കാര്യങ്ങൾ ഭാഷാപരത്തെക്കുറിച്ചും ഭാഷാ വ്യാഖ്യാനപരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വരമില്ല എന്ന് വിചാരിച്ചാൽ വരം അദ്ദേഹത്തിനുള്ള വരത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മറ്റുള്ള വരങ്ങളുള്ളവരെ ആരും കുറ്റപ്പെടുത്തണ്ട. എല്ലാ വരങ്ങളും ഒന്നുപോലെ മാന്യമായതാണ്. ദൈവത്തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യുന്ന, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരം ഉണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും വരങ്ങൾ ഉണ്ട് എങ്കിലും അതിലെല്ലാം അതിശ്രേഷ്ഠമായൊരു മാർഗം കാണിച്ചു തരാം. അതാണ് 13-ാം അധ്യായം. ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചെയ്ത് തികച്ചിട്ട് വേണം 14-ാം അധ്യായത്തിലെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ. 14-ാം അധ്യായത്തിൽ ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമെങ്കിൽ 13-ാം അധ്യായം പലയാവർത്തി വായിച്ച് അതിനകത്ത് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളെ എന്താണ്? 13-ാം അധ്യായം സ്നേഹം തള്ളിക്കളഞ്ഞിരിക്കുന്ന നമ്പറാണ് ലോകം മുഴുവൻ. പക്ഷെ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പഠിപ്പിച്ചിരിക്കുന്നത് 13-ാം അധ്യായത്തിലൂടെയാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് ആ 8 തരം ശുശ്രൂഷകളെ കുറിച്ചൊന്ന് ടച്ച് ചെയ്ത് പോകാം. അതൊരു ധ്യാനത്തിലൂടെ മാത്രമാണ് അതങ്ങനെ ഫുള്ളായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്നാലും ഒന്ന് ഓടിച്ച് ആ ശുശ്രൂഷകളെക്കുറിച്ചൊന്ന്, അതിനകത്ത് മിക്കവാറും ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പറയാത്ത അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞു. അതിനകത്ത് 1-2 കാര്യങ്ങളെ പറയാനുള്ളൂ. അത് എടുത്ത് നാളെ ഈ 12-ാം അധ്യായം നമുക്ക് ക്ലോസ് ചെയ്യാം. നാളെ തിങ്കളാഴ്ച ക്ലോസ് ചെയ്യാം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നമ്മളിന്ന് പഠിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ അവയവം ചെറിയ ഡ്യൂട്ടി ചെയ്യുമ്പോഴും ദൈവസന്നിധിയിൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവൻ തികച്ചാൽ എത്ര വലിയ അവയവമായിരിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അവയവത്തിന് എൻ്റെ വലിപ്പമല്ല കർത്താവ് നോക്കുന്നത്. ആ ചെറിയ ഡ്യൂട്ടി ഏൽപ്പിച്ച് ചെറിയ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ? വലിയ ഡ്യൂട്ടി ചെയ്തവൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ? ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ അവയവങ്ങളും ഇതുപോലെ ഒന്നുപോലെ പ്രവർത്തിക്കുക. മറ്റേ അവയവം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. എല്ലാം ദൈവസന്നിധിയിൽ ആ മനുഷ്യൻ തികവുള്ളൊരു മനുഷ്യനായി തീരുവാൻ, തൃപ്തനായൊരു മനുഷ്യനായി തീരുവാൻ ഓരോ അവയവങ്ങളും അവനവൻ്റെ ഡ്യൂട്ടി തികയ്ക്കുന്നത് പോലെ കർത്താവ് തലയും അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന സഭയിൽ അതിലെ ഓരോ അംഗങ്ങളും ആ സഭയുടെ അവയവങ്ങൾ എന്ന പോലെ കണക്കാക്കി ഒരു മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും എങ്ങനെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചുവോ അതുപോലെ പ്രവർത്തിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്നാണ് ഇന്ന് പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണെന്നുള്ളൊരു സുബോധത്തോടെ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യും. അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രായത്തിൻ്റെ പക്വതയ്ക്ക് അനുസൃതമായ വളർച്ച അവരിൽ വന്നില്ല എങ്കിൽ അവരെ നമ്മൾ എങ്ങനെ കാണുന്നുവോ
അതുപോലെ നമ്മുടെ ആത്മീയ പിതാവായ ദൈവം നമ്മളെയും കാണും. അതുകൊണ്ട് വരുന്ന നഷ്ടം എന്താണ്? ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ലിസ്റ്റിൽ നമ്മളും പെട്ടുപോകും. അങ്ങനെ പെടാതിരിപ്പാൻ കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്കാകാവുന്ന ഡ്യൂട്ടി നമുക്കെല്ലാവർക്കും ഒരുമനപ്പെട്ട് ചെയ്ത് കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ പ്രവർത്തികളെ നമുക്ക് തികയ്ക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഇടുവിൽ നിന്ന് ഞങ്ങൾ ഐകമത്യപ്പെട്ടൊരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സ്വർഗസ്ഥനും ആയ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്താൽ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദിനംതോറും നിമിഷം തോറും കാത്തുകൊള്ളണമേ എന്ന് കർത്തൃനാമത്തിൽ ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സ്വർഗസ്ഥനും ആയ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണം, ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളെ പഠിക്കാൻ പോയിരിക്കുന്ന മക്കളുണ്ട്, ജോലിക്ക് പോയിരിക്കുന്ന മക്കളുണ്ട് കർത്താവ്, അവരെല്ലാം കർത്താവേ അവിടുത്തെ നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ, ഭാരങ്ങളെ, വേദനകളെ, കഷ്ടങ്ങളെ എല്ലാം കർത്താവേ നീ അറിയുന്നുവല്ലോ. അവിടുന്ന് ആ ഭാരങ്ങളെ, വേദനകളെ, കഷ്ടങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ച് കർത്താവേ അവിടുന്ന് ഞങ്ങളെ സ്വതന്ത്രയാക്കണമേ എന്ന് കർത്തൃനാമത്തിൽ ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത്രയും പേർക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും കൂടുവാൻ തക്കവണ്ണം കർത്താവേ നീ ക്രമപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം കരയിട്ടുന്നു. കൂടി വരുന്നവർ അവരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം എന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത് ചെയ്തെടുപ്പാൻ ദൈവപ്രവൃത്തി നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. അതിനുള്ള അധികാരവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും ആ വിളി എന്താണോ, തെരഞ്ഞെടുപ്പ് എന്താണോ, അതിനനുസൃതം ആ ഡ്യൂട്ടി ചെയ്ത് മുമ്പോട്ട് പോകുവാൻ വലിയ ദൈവപ്രവൃത്തി ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരുടെ മേലും നിവർത്തിയാക്കി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ. ഏതെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, മക്കളെക്കുറിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നവരെല്ലാം പ്രത്യേകം സമർപ്പിക്കുക. ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരുടെയും തലമുറകൾ നിന്റെ വാഗ്ദത്ത വചനം ഞങ്ങൾ നിവൃത്തിയാക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് പ്രഖ്യാപിക്കുക. 28-ാം തീയതി നടക്കുന്ന കൂട്ടായ്മയിൽ ഞങ്ങളോട് നീ സംസാരിച്ചു. 1.5 കൊല്ലമായി ഒരു ദിവസവും മുടങ്ങാതെ ഞങ്ങൾ നിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളോട് നീ സംസാരിച്ചതനുസരിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യഹോഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോഭക്തി ജീവന്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ആമേൻ. വീണ്ടും കർത്താവേ, ഞങ്ങളുടെ വാതിലുകളുടെ ഓടാമ്പലുകളെ കർത്താവേ നീ ഉറപ്പിച്ച് ഞങ്ങളുടെ അകത്ത് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചിരിക്കും. യേശുവേ, ദാവീദിൻ്റെ പുത്ര, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എളിദാസനോടും കുടുംബത്തോടും നീ ഇടപെടണം. ഞങ്ങൾ കുടുംബമായി ഒരുമനപ്പെട്ട് നിന്റെ മുമ്പാകെ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏകാത്മാവ്, ഹൃദയവും, ഏക മനസ്സും, ഏക മാർഗവും നൽകി ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയുള്ള മുഴുവൻ പേരെയും കുടുംബമായി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മേലുള്ള നിന്റെ ആത്മാവ്, നിന്റെ വാഗ്ദത്തവനെ ഞങ്ങൾ നിവൃത്തിയാക്കണം കർത്താവേ. ദൂരത്തുമായി ചാരത്തുമായിരുന്ന മക്കളുടെ മേൽ ഞങ്ങളുടെ മേൽ നീർക്കുന്ന നിന്റെ ആത്മാവ്, ഞങ്ങളുടെ അധരങ്ങളിൽ നൽകിയിരിക്കുന്ന നിന്റെ വചനങ്ങളും ഞങ്ങളുടെ മേൽ നിന്നും, ഞങ്ങളുടെ സന്ധിയുടെ മേൽ നിന്നും,
ഞങ്ങളുടെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും വിട്ടു പോകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നീ കണ്ടതിനായി സ്തോത്രം. നിന്റെ അവയവമായിരിക്കുന്ന ഞങ്ങൾ ചെയ്യേണ്ടതായ പ്രവൃത്തികളെ ഈ കൂട്ടായ്മയിലായിരിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കൾക്ക് വെളിപ്പെടാഞ്ഞിട്ടാ ചെയ്യാത്തത്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി നിന്റെ മക്കൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണോ കർത്താവേ, നിന്റെ മക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കും. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടിയോളം ഭൂമിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമേൻ. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാറ്റിലും എന്നേക്കും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ ഓരോരുത്തരോടും, ഞങ്ങളുടെ മക്കളോടെയും ദൂരത്തും ചേർത്തുമായിരുന്ന എല്ലാ മക്കളോടെയും ഇന്ന് നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവേ, വേഗം വരെ.